നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലും ഒറ്റപ്പെടലുകളിലും നഷ്ടപ്പെടലുകളിലുമെല്ലാം നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുതപ്പിക്കുന്ന സംരക്ഷണത്തിൻ്റെ പേരാണ് പരിശുദ്ധ കർമ്മല മാതാവ്. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പേരാണ് സംരക്ഷക. ഇതൊരു അലങ്കാരമല്ല. നമ്മൾ വചനങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. പരിശുദ്ധ അമ്മ, പരിശുദ്ധ കർമ്മല മാതാവ് എങ്ങനെയാണ് സംരക്ഷകയായിട്ട് മാറുന്നതെന്ന്. പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഇതിൻ്റെ ഒരു സൂചനയുണ്ട്. ഏലിയ പ്രവാചകൻ കടുത്ത വരൾച്ചയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി. അവൻ്റെ പ്രാർത്ഥന കേട്ട് കടലിൽ നിന്നും കൈയുടെ രൂപത്തിൽ കാർമേഘം മുകളിലേക്ക് ഉയർന്നു വന്നു. പിന്നീട് വളരെ വലിയൊരു മഴ പെയ്തു, ഭൂമിയെ നനച്ചു. ഈ കാർമേഘം പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഒരു അടയാളമാണ്. നിന്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വരൾച്ച ഉണ്ടാകുമ്പോൾ ക്രിസ്തുവാകുന്ന കൃപയുടെ, സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ മഴ പൊഴിക്കുന്ന അമ്മയാണ് പരിശുദ്ധ കർമ്മല മാതാവ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ കർമ്മല മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ സംരക്ഷണത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടിയാണ്. വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവപുത്രനെ തൻ്റെ ഗർഭപാത്രത്തിൽ സംരക്ഷിച്ചു. അവൻ ഈ ലോകത്തിൽ ജനിച്ചു വീണപ്പോൾ നാരകീയമായ ശക്തികളിൽ നിന്നും മറ്റു ശക്തികളിൽ നിന്നും അവനെ സംരക്ഷിച്ചുകൊണ്ട് ദൈവപദ്ധതി പൂർത്തിയാകുവാൻ വേണ്ടി കുരിശുമരണം വരിച്ച ക്രിസ്തുവിനെ അവൻ്റെ ജനനം മുതൽ മരണം വരെ, മരണത്തിനും അപ്പുറം അവനെ അനുധാവനം ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. സംരക്ഷണത്തിൻ്റെ ഒരു കൂട്ടായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് പരിശുദ്ധ കർമ്മല മാതാവ്. ചരിത്രത്തിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കർമ്മല സഭ വലിയൊരു ദുഃഖത്തിലൂടെയും വലിയൊരു പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു തുണി കഷ്ണം സൈമൺ സ്റ്റോക്കിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് അണിഞ്ഞു മരിക്കുന്നവർ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല, നിത്യരക്ഷ പ്രാപിക്കും. നമ്മളിന്ന് ഉത്തരീയം അല്ലെങ്കിൽ സ്കാപ്പുലർ എന്ന് പറഞ്ഞ് അണിയുന്ന ഈ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം, അത് സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ സംരക്ഷണം അനുദിനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. അമ്മ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന വാഗ്ദാനം അമ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.